പിന്നെ ഈ മരിച്ച വീട്ടിൽ ഒരു മനുഷ്യൻ പോലും വരുന്നില്ലോ. ഇനി അവസാനം ഞാൻ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതാണെന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുമെന്നുള്ളത് ഞാനീ പേടിക്കുന്നത്. നമസ്കാരം. 1:30 മിക്കവാറും. എന്തുവാ സംസ്കാരം? അതല്ല, നമസ്കാരം. ആരായിരിക്കും മനസ്സിലായില്ല. ഞാൻ ദഹനത്തിനുള്ള മെഷീനുമായിട്ട് വന്ന. ദഹനത്തിന് ഞാൻ നോക്കിയിട്ട് ചെറുപഴം അല്ലെങ്കിൽ കൈതച്ചക്ക അതായിരിക്കും ബെസ്റ്റ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. ആ പുള്ളി ഏതെങ്കിലും ഫ്രൂട്ട്സ് കടയിൽ കൊണ്ടിട്ട് കത്തിക്ക്. അപ്പൊ തന്റെ സോക്കടന്ന് തിരുവല്ലോ. അതിനാ വർത്താനം. പിന്നെ താൻ എന്താ വർത്താനം? കണ്ടാലും പ്രായമുള്ള എന്റെ മുഖത്ത് നോക്കി ആ വർത്താനം മരിച്ച വീട്ടിൽ വന്നിട്ടാണ് വർത്താനം പറഞ്ഞത്. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മരിച്ചാളെ ദഹിപ്പിക്കണോ? പിന്നെ വെയിലത്തിട്ട് ഉണക്കി മാറ്റി വെക്കുന്നതിന് ഉണക്കമീനോ? അല്ലതാ, ദഹിപ്പിക്കണോ? പിന്നെ ദഹിപ്പിക്കാം. ആ ദഹനത്തിന്റെ മെഷീൻ കൊണ്ടുവന്ന ആളാണ്. അത് ഗ്യാസില്ല. ഓഹോ, എന്റെ പൊന്ന് ഫാസില, ഞാനിത് അറിഞ്ഞില്ലെങ്കിൽ വന്ന് ഫാസിലോ അല്ല ദഹിപ്പിക്കാൻ വന്ന ഫാസില. അത് ഗ്യാസിലാണ്. എന്റെ പേര് മുരുകൻ. എന്റെ പൊന്നു മുരുകൻ നമസ്കാരം. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓടിച്ചാടി നടത്തുന്ന ആളാണ് ഞാൻ. അതൊന്നും കാണിക്കാമോ? എന്നത്? ഒരേ ടൈമിൽ ഓടുകയും ചാടുകയും ചെയ്യുന്നത്. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. പിന്നെ ഞാൻ സമാജത്തിന്റെ സെക്രട്ടറിയാണ്. കിഴങ്ങൂർ മുരളി. കൈവിട്. എന്നാ? കിടന്ന മുള്ളിയോട് ഞാൻ സംസാരിക്കത്തില്ല. കിടന്ന മുള്ളി എന്നല്ല പറഞ്ഞത്. എന്റെ പേരാണ് കിഴങ്ങൂർ